ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഓൾ. എല്ലാവർക്കും ആൻസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിംഗ് ആണ്, ഒരു കോഫി ചോക്കോ പുഡിംഗ് ആണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ നമുക്കൊരു സ്ട്രോങ് കോഫി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, നെസ്കോഫിയുടെ. നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഷുഗർ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്ട്രോങ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ ഉപയോഗിച്ച് നമുക്കൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാരി ബിസ്ക്കറ്റാണ്. ഒരു പാക്കറ്റ് മാരി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ട്രേയിൽ നിരത്താം. ഇതുപോലെ ഓരോ ബിസ്ക്കറ്റും കോഫിയിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് ട്രേയിൽ നിരത്തി വയ്ക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ബിസ്ക്കറ്റും കോഫിയിൽ ഡിപ്പ് ചെയ്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇത് കേക്കിൻ്റെ പോലെ ഒത്തിരി സ്റ്റിഫായിട്ട് ബീറ്റ് ആവണ്ട. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി നമുക്ക് ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഈ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത ലെയർ റെഡിയാക്കി എടുക്കുമ്പോഴേക്കും നമുക്കിത് ഒന്ന് ഫ്രീസറിൽ വെക്കാം. ഒരു 10 മിനിറ്റ് നേരം ഫ്രീസറിൽ വെക്കണം. ഇനി അടുത്ത ലെയർ നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ബ്രെഡിൻ്റെ കൂടെ നമുക്ക് ഏതെങ്കിലും കുറച്ച് ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സ് കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. 1 പാക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബിസ്ക്കറ്റും ബ്രെഡും കൂടി നമുക്കൊന്ന് നല്ലപോലെ മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റും ബ്രെഡും കൂടിയുള്ള മിക്സ് ഈ ബട്ടറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നമുക്കിങ്ങനെ ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കാം. ഇതിപ്പോൾ നല്ല ചൂടാണ്. ഇത് തണുക്കുമ്പോഴേക്കും നമുക്ക് അടുത്ത ലെയർ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം മതിയാവും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ 3rd ലെയറായ ബിസ്ക്കറ്റും ബ്രെഡും കൂടിയുള്ള ആ മിക്സ് ഇപ്പോൾ ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്കത് വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 3rd ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പുഡിംഗ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പിസ്ത ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ബൂസ്റ്റ് കൂടി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു ഫോയിൽ പേപ്പറും കൊണ്ട് ഇത് കവർ ചെയ്ത ശേഷം ഒരു 4 to 5 hours എങ്കിലും ഫ്രീസറിൽ വെക്കണം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോഫി ചോക്ലേറ്റ് പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്